ഹായ് മക്കളെ. സോ ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിൽ മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി ഈ ഒരു ചാപ്റ്റർ ആയിരിക്കും ഡിസ്കസ് ചെയ്യാം. സോ ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കാരണം നമ്മൾ സ്ഥിരം കാണുന്നതാണ് മാഗ്നറ്റ്, കാന്തങ്ങൾ അല്ലേ. അപ്പൊ ഈ കാന്തങ്ങളുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അവന്റെ കുറെ പ്രത്യേകതകൾ അതെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. അത്യാവശ്യം നല്ലപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. സോ നല്ലപോലെ ശ്രദ്ധിച്ച് ക്ലാസ്സിലിരിക്കുക, അറ്റൻഡ് ചെയ്യാം കേട്ടോ. സോ തുടങ്ങിയാലോ. യെസ്, മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി. അപ്പൊ ഈ മാഗ്നറ്റും കാന്തികതയും വൈദ്യുതിയും തമ്മിൽ എന്താണ് ബന്ധം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്റർ കഴിയുമ്പോഴേക്കും അറിയും. തുടങ്ങാലോ. എന്താണ് മാഗ്നറ്റ്? കാന്തം നിങ്ങൾ സ്ഥിരം കാണുന്ന ഒരു സാധനമാണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ കളിക്കാറുള്ള ഒരു സാധനമാണ്. ഇതാണ് കാന്തം. നിങ്ങൾ പലരും വീട്ടിൽ വാങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് പലപ്പോഴും ഭയങ്കര അത്ഭുതകരമായിട്ട് നിങ്ങൾ നോക്കിയിരുന്ന ഒരു സാധനമായിരിക്കും കാന്തങ്ങൾ, മാഗ്നറ്റ്സ്. സോ ഇതാണ്. ഒരുപാട് തരത്തിലുള്ള കാന്തങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നീളത്തിലുള്ളത്, റൗണ്ടിലുള്ളത്, ഷേപ്പ് ഒന്നും ഇല്ലാത്തത്, അങ്ങനെ ഒരുപാട് മാഗ്നറ്റ്സ് ഉണ്ട്. ഈ മാഗ്നറ്റിന്റെ തുടക്കം എവിടെ നിന്നാണ്? ആരാണ് നമ്മുടെ ഈ മാഗ്നറ്റ്സ് കണ്ടുപിടിച്ചത്? എന്തെങ്കിലും അറിയോ? അതൊരു ഷെപ്പേർഡാണ് കണ്ടുപിടിച്ചത്, ഒരു ആട്ടിടയൻ. പുള്ളിക്കാരൻ ഇങ്ങനെ പണ്ട് ആടിനേക്ക് ഇങ്ങനെ മേയിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് പുള്ളിയുടെ ഈ ഒരു കൊടാലി പോലത്തെ ഒരു സാധനം കണ്ടില്ലേ, ഇത് ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന സാധനമാണ്. അപ്പൊ ഇയാളിങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ഒരു വാള് ഇയാളുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനം ഒരു സ്റ്റോണിൽ കയറി പറ്റിപ്പിടിച്ചിരുന്നു. അയാൾ എത്ര വലിച്ചിട്ടും ഈ സാധനം ഇയാൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. അയാൾ എന്ത് ചെയ്തു? അയാൾക്ക് മനസ്സിലായി അവിടെ എന്തോ ഒരു സാധനം ഉണ്ട്. അതായത് ഈ ഇരുമ്പിനേക്കാൾ ഈ അയണിനെ അട്രാക്ട് ചെയ്യുന്ന എന്തോ ഒരു സാധനം ഇവന്റെ അകത്തുണ്ട്. അയാൾ മനസ്സിലാക്കി നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ വല്ല ഭൂതമാണ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് തിരിച്ചോടും അല്ലേ. പുള്ളി എന്ത് ചെയ്തു? പുള്ളി പറഞ്ഞു ഈ അയേണിനെ അട്രാക്ട് ചെയ്യാൻ, സ്റ്റീലിനേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു സാധനം അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ അയാൾ കണ്ടുപിടിച്ച സാധനമാണ് മാഗ്നറ്റ്, കാന്തം. അയാളുടെ പേര് മാഗ്നസ് എന്നായിരുന്നു. അതുകൊണ്ടാണ് ഈ മാഗ്നറ്റ് എന്നുള്ള പേര് വന്നത് എന്നൊക്കെ ഹിസ്റ്ററി പറയപ്പെടുന്നു. ഓക്കെ, ഇതേപോലെയാണ് നമ്മുടെ മാഗ്നറ്റിന്റെ തുടക്കം കേട്ടോ. ഇതാണ് കേട്ടോ മാഗ്നറ്റ്. നിങ്ങൾ രണ്ട് മാഗ്നറ്റ്സ് അടുത്തേക്ക് കൊണ്ടുവന്നാൽ അവർ ചിലപ്പോൾ റിപ്പൽ ചെയ്യും, ഓർ അവർ ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. കണ്ടോ? സോ എങ്ങനെയാണ് ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്? ഇതൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാം. അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. സോ ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ നോക്കിയിരിക്കാം കേട്ടോ. ഗുഡ്. ഓക്കെ, നമ്മൾ ഈ മാഗ്നറ്റ്സ് ഉപയോഗിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഇയർഫോൺസിൽ എന്താ മാഗ്നറ്റ്സ് ഉണ്ട്, കാന്തങ്ങളുണ്ട്. ദെൻ MRI സ്കാനിങ്, ഹോസ്പിറ്റൽസിലൊക്കെ പോയി കണ്ടിട്ടുണ്ടോ? MRI എന്താണ് ഇതിന്റെ ഫുൾ ഫോം? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നാണ്. അതായത് ഈ ഒരു സാധനം കണ്ടോ, ഈ റൗണ്ടിൽ ഇരിക്കുന്ന ഒരു സാധനം, ഇവനെന്താ? മാഗ്നറ്റ് ആണ്, കാന്തം. ഇവൻ ഉപയോഗിച്ച് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് യൂസ് ഉണ്ട്. ഇതേപോലെ ഇയർഫോൺസിൽ, പിന്നെ ഒരുപാട് വേറെ സ്ഥലങ്ങളിലാണ്. റെഫ്രിജറേറ്റർ, നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജില്ലേ, അതിലെന്താ കാന്തമുണ്ട്. ടോയ്സ്, പല കളിപ്പാട്ടങ്ങളിലും കാന്തങ്ങളുണ്ട്. ഇതൊന്നും ഓർത്തിരിക്കാം കേട്ടോ. സോ ഇനി നമ്മൾ ഈ കാന്തത്തിന്റെ കുറച്ച് പ്രത്യേകതകളാണ് പഠിക്കാം. കാന്തം നമ്മൾ രണ്ട് തരത്തിലാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. നമ്മൾ നേച്ചറിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് ഒരുപാട് കാന്തങ്ങൾ കിട്ടാറുണ്ട്. നിങ്ങളിതേ ഇതേപോലെ ഒരു കാന്തം എടുത്ത് വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ മണ്ണിൽ ചെന്ന് ഇങ്ങനെ ഉരച്ചു നോക്കിയേ, അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് കാന്തങ്ങളുടെ പൊടികളൊക്കെ കിട്ടും. അത് നമ്മുടെ നേച്ചറിൽ നിന്ന് കിട്ടുന്ന കാന്തങ്ങളുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ മാഗ്നറ്റ്സ്, സ്വാഭാവിക കാന്തങ്ങൾ. ഓക്കെ, അതല്ലാതെ ഇത് നാച്ചുറിൽ നിന്ന് കിട്ടിയതാണോ? അല്ല, ഇത് ഉണ്ടാക്കിയ കാന്തങ്ങളാണ്, നമ്മളായിട്ട് ഉണ്ടാക്കുന്ന കാന്തങ്ങളാണ്. സോ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന കാന്തങ്ങളെ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്, കൃത്രിമ കാന്തം. ഓക്കെ, അപ്പൊ രണ്ട് തരത്തിലുള്ള കാന്തമുണ്ട്, നാച്ചുറൽ മാഗ്നറ്റ്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്, സ്വാഭാവിക കാന്തം ആൻഡ് കൃത്രിമ കാന്തം. എന്താണ് നാച്ചുറൽ മാഗ്നറ്റ്സ്? ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നാച്ചുറൽ മാഗ്നറ്റ്സ് ആർ ദ മാഗ്നറ്റ്സ് ദാറ്റ് ആർ ഒബ്ടൈൻഡ് ഡയറക്ട്ലി ഫ്രം നേച്ചർ. പ്രകൃതിയിൽ നേരിട്ട് ലഭ്യമാകുന്ന കാന്തങ്ങളാണ് സ്വാഭാവിക കാന്തങ്ങൾ. ഇതിനൊരു എക്സാമ്പിൾ ആണ് ലോഡ്സ്റ്റോൺ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കാം. എക്സാമിന് ചോദിക്കാം വിച്ച് റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ നാച്ചുറൽ മാഗ്നറ്റ്, ഓർ ചോദിക്കാം ലോഡ്സ്റ്റോൺ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡാഷ് മാഗ്നറ്റ്സ്. അപ്പൊ അറിയണം നാച്ചുറൽ മാഗ്നറ്റ്സ് ആണ്. ഈ ലോഡ്സ്റ്റോൺ നമുക്ക് ഇങ്ങനെ പഠിക്കാം, ലോഡ് ദൈവം തന്ന മാഗ്നറ്റ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. ലോഡ്സ്റ്റോൺ, ലോഡ് എന്ന് പറഞ്ഞാൽ ദൈവമാണല്ലോ. സോ ദൈവം തന്ന മാഗ്നറ്റ്സ്, നേച്ചറിൽ കിട്ടുന്ന ഒരു മാഗ്നറ്റ് ആണ്. സോ നമുക്ക് ദൈവമായിട്ട് തന്ന മാഗ്നറ്റ് ആണ് ലോഡ്സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞ് ഒരു കോഡ് പോലെ നിങ്ങൾക്ക് പഠിക്കാം. ഇതാണ് ലോഡ്സ്റ്റോൺ ഇട്ടോ. ഇതാണ് ലോഡ്സ്റ്റോൺ. പണ്ട് കാലത്ത് നമുക്ക് കിട്ടിയിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിൽ നിന്ന് കിട്ടുന്ന ഒരു മാഗ്നറ്റ് ആണ് ലോഡ്സ്റ്റോൺ. അങ്ങനെയാണെങ്കിൽ എന്താണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്, കൃത്രിമ കാന്തം? ഇങ്ങനെയുള്ള കാന്തമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇവനെന്താ? ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആണ്. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആർ മെയ്ഡ് യൂസിങ് മെറ്റൽ അലോയ്സ്, ലോഹസങ്കരങ്ങൾ ഉപയോഗിച്ച് കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കുന്നു.
ഇനി ഇത് പഠിക്കേണ്ടതാണ് അലോഹ സങ്കരങ്ങൾ ഏതൊക്കെയാണ്. അൽനിക്കോ മാഗ്നറ്റ്സ്. അൽനിക്കോ മാഗ്നറ്റ് എന്ന് പറഞ്ഞൊരു മാഗ്നറ്റ് ആണ്. അവൻ ഉണ്ടാക്കിയേക്കുന്നത് അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് ആൻഡ് അയൺ. ഈ 4 പേര് ഉപയോഗിച്ചിട്ടാണ് അൽനിക്കോ ഉണ്ടാക്കിയേക്കുന്നത്. ഈ അൽനിക്കോല അലൂമിനിയത്തിനെ റെപ്രസെന്റ് ചെയ്യും, Ni നിക്കലിനെ റെപ്രസെന്റ് ചെയ്യും, CO കൊബാൾട്ടിനെ റെപ്രസെന്റ് ചെയ്യും, ഒരാളും കൂടിയുണ്ട് അയൺ. സോ 4 പേര് ചേർന്നിട്ടാണ് ഈ അൽനിക്കോ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ, ഓർത്തിരിക്കാം. ആൻഡ് സെറാമിക് ആൻഡ് ഫെറൈറ്റ് മാഗ്നറ്റ്സ് ആണ് വേറൊരു ടൈപ്പ് മാഗ്നറ്റ്സ് ആണ്. ദീസ് ആർ മെയ്ഡ് ബൈ മിക്സിംഗ് അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡുകളെ ബേരിയം സ്ട്രോഷ്യത്തിന്റെയും കാർബണേറ്റ്സ് ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സെറാമിക് ഉണ്ടാക്കുക കേട്ടോ, ഇത് ഓർത്തിരിക്കണം. മിക്സിംഗ് അയൺ ഓക്സൈഡ് വിത്ത് കാർബണേറ്റ്സ് ഓഫ് എലമെന്റ്സ് ലൈക്ക് ബേരിയം ആൻഡ് സ്ട്രോൺഷ്യം. നമ്മൾ ഒരുപാട് എലമെന്റ്സ് ഒക്കെ കെമിസ്ട്രി പഠിക്കുന്നില്ലേ ഇവിടെ പീരിയോഡിക് ടേബിളിൽ, അതിലെ 2 എലമെന്റ്സ് ആണ് ബേരിയം സ്ട്രോൺഷ്യം. അപ്പൊ അവരുടെ കാർബണേറ്റ്സ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അയൺ ഓക്സൈഡുകൾ മിക്സ് ചെയ്യും, എന്നിട്ടാണ് നമുക്ക് ഇവനെ കിട്ടുക. ഇത് രണ്ടും ഓർത്തിരിക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് ചോദിക്കും, ഓക്കെ, 1 വേർഡ് ആയിട്ട് ചോദിക്കാം. വിച്ച് ആർ ദ അലോയ്സ് കണ്ടെയ്ൻഡ് ഇൻ അൽനിക്കോ മാഗ്നറ്റ്സ്. അപ്പോൾ 4 പേര് എഴുതിക്കൊള്ളണം, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് ആൻഡ് അയൺ. സോ യെസ്, ഇനി നമ്മൾ കുറച്ച് പേരുകൾ ചടങ്ങിലോട്ട് പോവുകയാണ്. നമുക്ക് ഒരുപാട് മാഗ്നറ്റ്സ് നമ്മുടെ ലോകത്തുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മാഗ്നറ്റ്സ് ആണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളോട് പേരിടാൻ ഒരു അവസരം തന്നാൽ നിങ്ങൾ എങ്ങനെ പേരിടും? ഈ ഫസ്റ്റ് വണ്ണിന്റെ ഷേപ്പ് വെച്ച് നമുക്ക് പേരിടാലോ. നീഡിൽ മാഗ്നറ്റ്. നീഡിൽ അല്ലേ, 2 നീഡിൽസ് ഇരിക്കുകയല്ലേ, സോ ഇവനെ വിളിക്കുന്ന പേരാണ് നീഡിൽ മാഗ്നറ്റ്, നീഡിൽ കാന്തം. ഇവൻ എന്താ, ഇവനെ വിളിക്കുന്ന പേരെന്താണ്? ഇതിന്റെ ഷേപ്പ് എങ്ങനെ ഇരിക്കുന്നത്? റിംഗ്, റൗണ്ടിലല്ലേ ഇരിക്കുന്നത്, സോ അവനെ വിളിക്കുന്ന പേരാണ് റിംഗ് മാഗ്നറ്റ്. ഓക്കെ, ഇവൻ മൂന്നാമതിരിക്കുന്നവൻ എങ്ങനെയാ? നമ്മൾ ചോക്ലേറ്റ് ബാർ പോലെയല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് അവനെ നമ്മൾ വിളിക്കും ബാർ മാഗ്നറ്റ്, ബാർ കാന്തം. ഇവൻ റിംഗ് കാന്തം. ഓക്കെ, കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഇവന്റെ എന്തുപോലെ ഇരിക്കുക? റൗണ്ടില് നമ്മൾ അടിച്ചു പരത്തിയ എന്താ, ഒരു ഡിസ്ക് പോലെ ഇരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഡിസ്ക് മാഗ്നറ്റ്, ഡിസ്ക് കാന്തം. ഇവനോ, ഇവനെ നിങ്ങൾ യു മാഗ്നറ്റ് എന്ന് വിളിക്കും, പക്ഷേ ഇവനെ വേറൊരു പേരുണ്ട്, ഹോഴ്സ് ഷൂ മാഗ്നറ്റ്, ലാടകാന്തം. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? നിങ്ങൾ ഹോഴ്സിന്റെ കാലിലിടുന്ന ഷൂ പോലത്തെ ഒരു സാധനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കുതിരയുടെ കാലിങ്ങനെയാണെങ്കിൽ ഈ കാലിന്റെ അടിയിൽ ഇതേപോലെ ഒരു യു പോലത്തെ ഒരു സാധനം വെക്കും. ചെന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, കാണാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഈ മാഗ്നറ്റ് ഇരിക്കുന്നത്, അതുകൊണ്ട് അവനെ വിളിക്കുന്ന പേരാണ് ഹോഴ്സ് ഷൂ മാഗ്നറ്റ്, ലാടകാന്തം. ആൻഡ് ലാസ്റ്റത്തെ എന്താ, ഇലക്ട്രോ മാഗ്നറ്റ്, വൈദ്യുതകാന്തം. ഇവനെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവനെ പറ്റി പഠിക്കാനുണ്ട്. ഓക്കെ, യെസ്. സോ നമ്മൾ 4th ചാപ്റ്ററിൽ നമ്മുടെ ചാർജുകളുടെ കുറച്ച് സവിശേഷതകൾ പഠിച്ചു. അതേപോലെ തന്നെ നമ്മുടെ മാഗ്നറ്റ്സിനും കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അവനും കുറച്ച് പ്രത്യേകതകളുണ്ട്. ഓക്കെ, കാന്തത്തിന്റെ കുറച്ച് പൊതു സവിശേഷതകളുണ്ട്, അവനെയാണ് നമ്മൾ ഇനി പഠിക്കാം കേട്ടോ. നോക്കുക, ഇതെന്താ പേര്? ഇവന്റെ പേരെന്തായിരുന്നു? നമ്മൾ നേരത്തെ പേരിട്ടല്ലോ, ഇവന്റെ പേരാണ് ബാർ മാഗ്നറ്റ്. സോ ഒരു ബാർ മാഗ്നറ്റിന് എപ്പോഴും ഒരു നോർത്ത് പോളും ഉണ്ടാവും, സൗത്ത് പോളും ഉണ്ടാവും, ഒരു ഉത്തര ധ്രുവം ഉണ്ടാവും, ദക്ഷിണ ധ്രുവം ഉണ്ടാവും, അല്ലേ? നോർത്തും ഉണ്ടാവും, സൗത്തും ഉണ്ടാവും. ഏതൊരു മാഗ്നറ്റ് ആയിക്കോട്ടെ, എല്ലാ മാഗ്നറ്റ്സിനും ഒരു നോർത്ത് പോൾ ഉണ്ടാവും, ഒരു സൗത്ത് പോൾ ഉണ്ടാവും. സോ ഞാൻ ചെയ്യാൻ പോകുന്നത് 2 മാഗ്നറ്റ്സ് ഞാൻ എടുത്തു. ഇവന്റെ നോർത്ത് പോളും വേറൊരുത്തന്റെ നോർത്ത് പോളും ഞാൻ അടുത്ത് കൊണ്ടുവന്നു. അതായത് ഒരേപോലെയുള്ള പോളുകൾ, ഒരേപോലെയുള്ള ആൾക്കാരെ ഞാൻ അടുത്ത് കൊണ്ടുവന്നു. ഇവിടെ സംഭവിക്കുന്നത്, ഒരേപോലെയുള്ള ആൾക്കാർ അടുത്തോട്ട് വന്നാൽ അവർ റിപ്പല് ചെയ്യും, അവർ അകന്നു പോവും, അവരടുത്തോട്ട് വരൂല. ഒരാൾ ഇങ്ങോട്ട് പോവും, മറ്റേ ആൾ അങ്ങോട്ടും പോവും. ഒരേപോലെയുള്ള പോളുകൾ അടുത്ത് വന്നാൽ അവർ റിപ്പല് ചെയ്യും. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, 2 നോർത്തുകൾ അടുത്ത് വന്നാൽ അവർ റിപ്പല് ചെയ്യും, 2 സൗത്തുകൾ അടുത്ത് വന്നാലും അവർ റിപ്പൽ ചെയ്യും. ലൈക്ക് പോൾസ് ഓഫ് മാഗ്നറ്റ്സ് റിപ്പൽ. കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഒരേപോലെയുള്ള ആൾക്കാർ വന്നാൽ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചതാണ്, ലൈക്ക് ചാർജസ് റിപ്പൽ. ഒരേപോലെയുള്ള ചാർജുകൾ വന്നു കഴിഞ്ഞാൽ അവർ റിപ്പൽ ചെയ്യും. ഇവിടെ അത് തന്നെ, ഒരേപോലെയുള്ള പോളുകൾ വന്നാൽ അവർ റിപ്പൽ ചെയ്യും. ആൻഡ് അങ്ങനെയാണ് രണ്ടാമത് എന്തായിരിക്കും, ഞാൻ ഓപ്പോസിറ്റ് പോളുകൾ കൊണ്ടുവന്നു. ഒരാളുടെ നോർത്ത് ആണെങ്കിൽ ഒരാളുടെ സൗത്ത്, ഓപ്പോസിറ്റ് ആയിട്ട് ആൾക്കാരെ കൊണ്ടുവന്നാൽ അവരെന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും, അവരടുത്തോട്ട് വരും. കണ്ടോ, അവരടുത്ത് വന്ന് അടുത്തിരിക്കും. ഓപ്പോസിറ്റ് എപ്പോഴും ഓപ്പോസിറ്റ് അങ്ങനെയാണല്ലോ, ഓപ്പോസിറ്റ് എപ്പോഴും അട്രാക്ട് ചെയ്യാനായിരിക്കുമല്ലേ താല്പര്യം. അങ്ങനെ ഓർക്കുക, ചാർജിന്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട്. ഇവിടെ അതേപോലെ തന്നെ, അൺലൈക്ക് പോൾസ് ഓഫ് മാഗ്നറ്റ് അട്രാക്ട്. വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്.
ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. നിങ്ങളുടെ ഇതേപോലുള്ള ഫിഗർ തന്നിട്ട് ചോദിക്കും വാട്ട് ഹാപ്പൻസ് എന്ന് ചോദിക്കും. നിങ്ങൾ നോക്കുക, ഒരേപോലുള്ള പോളുകളാണെങ്കിൽ അകന്നു പോവും, ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോളുകളാണെങ്കിൽ അടുത്തേക്ക് വരും. ഓക്കെ, ഇതേപോലെ ഒരു ഫിഗർ നിങ്ങളുടെ ടെക്സ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഒരേപോലുള്ള പോൾസ് അടുത്ത് വന്നു, അവർ അകന്നു പോകും. ഇതും അതെ, ഒരേപോലുള്ള പോളുകൾ അടുത്ത് വന്നാൽ അകന്നു പോകും. നോക്കിയേ, രണ്ടും ഓപ്പോസിറ്റ് പോൾസ് ആണ്, അവർ അട്രാക്ട് ചെയ്യും, അവർ അടുത്തേക്ക് വരും. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഒരു കൺസെപ്റ്റ് ആണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നോക്കിക്കോ, അതിലേക്ക് എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് തന്നേക്കുന്നത്. ഇതേപോലെ ഒരു ടേബിൾ എടുത്തിട്ട്, ടേബിൾ അല്ല, ഒരു ബോക്സ് എടുത്തിട്ട് നിങ്ങൾ 4 മാഗ്നറ്റ്സ് ഇതേപോലെ വെക്കും. മാഗ്നറ്റ്സ് വെച്ചിട്ട് മുകളിൽ കണ്ടോ, ഒരു മാഗ്നറ്റിന്റെ അകത്ത് ഒരു പേന ഇട്ട് ഞാൻ അതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചേക്കാണ്. പിന്നെ എന്ത് ചെയ്യും, ഈ മാഗ്നറ്റ്സിന്റെ മുകളിൽ ഇവരിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. പിന്നെ അടുത്തോട്ട് വരൂല. അടുത്തോട്ട് വരാതിരിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് മാഗ്നറ്റ്സ് ആണ്, താഴെയുള്ളത് മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ആണെങ്കിൽ ഇവനും നോർത്ത് പോൾ ആയിരിക്കും. ഒരേപോലെയുള്ള പോളുകൾ റിപ്പല് ചെയ്യും, നമ്മൾ പഠിച്ചതാണ്. സോ ഒരേപോലെയുള്ള പോളുകളാണെങ്കിൽ അവരോട് ഒരിക്കലും അടുത്തോട്ട് വരില്ല, അവരിങ്ങനെ മുകളിൽ കിടക്കും. ഓക്കെ, ഇതാണ് ഈ പറയുന്ന കൺസെപ്റ്റ്. ഇത് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ട്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ്. ആർക്കെങ്കിലും അറിയോ? ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? ദാറ്റ് ആർ ട്രെയിൻസ്. ഈ ട്രെയിനിന് ഒരു പേരുണ്ട്. അതായത് ഈ മാഗ്നറ്റിന്റെ ഈ ഒരു പ്രത്യേകതയിൽ വർക്ക് ചെയ്യുന്ന ഈ ട്രെയിനിനെ നമുക്ക് കേരളത്തിലോ ഇന്ത്യയിലോ കാണാൻ പറ്റൂല. ഇവൻ ജപ്പാനിലും ചൈനയിലൊക്കെ ഉള്ളതാണ്. ഇവന്റെ സ്പീഡ് 1 മണിക്കൂറിൽ 500 കിലോമീറ്റർ ആണ്, 500 km/h. അതായത് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടത്തേക്ക് 1 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും. ഇങ്ങനത്തെ ഒരു ട്രെയിൻ കേരളത്തിൽ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള ട്രെയിൻസിനെ വിളിക്കുന്ന ഒരു പേരിട്ട്. ജപ്പാനിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. ആ ട്രെയിനിന്റെ പേരാണ് മാഗ്ലവ് ട്രെയിൻസ്. മാഗ്ലവ് ട്രെയിനുകൾ. ഇവൻ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ മാഗ്നറ്റിന്റെ ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. നോക്കാം, ഇത് നമ്മുടെ ട്രെയിനാണ്, ഇത് നമ്മുടെ ട്രെയിനാണ്. ട്രെയിനിന്റെ താഴെയുള്ള ട്രെയിൻ പാളം, ഇത് നമ്മുടെ ട്രെയിൻ പാളമാണ്. ഓക്കെ, ഈ മാഗ്ലവ് ട്രെയിനിന്റെ താഴെ മാഗ്നറ്റ് ആണ്. ഈ ട്രെയിൻ പാളവും എന്താ, മാഗ്നറ്റ്സ് ആണ്. ഇത് നോർത്ത് പോൾ ആണെങ്കിൽ ഇതും നോർത്ത് പോൾ ആയിരിക്കും. അതായത് മാഗ്ലവ് ട്രെയിനിന്റെ താഴത്തെ ഭാഗവും നോർത്തും, നമ്മുടെ ട്രെയിനിന്റെ പാളവും നോർത്ത് ആണെങ്കിൽ ഇവർ അടുത്തോട്ട് വരൂ? ഇല്ല, അവർ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. ഒരിക്കലും ഇവർ രണ്ടുപേരും അടുത്തോട്ട് വരൂല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എയറിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ, അതാണ് നമ്മുടെ മാഗ്ലവ് ട്രെയിൻസ്. ഫ്ലോട്ടിംഗ് ട്രെയിൻ എന്നൊക്കെ ഇവനെ വിളിക്കും. കണ്ടോ, ഇത് പാളമാണെങ്കിൽ ആ പാളത്തിൽ ടച്ച് ചെയ്യാതെ ആയിരിക്കും ഇവൻ പോകുക. ഇതേപോലെ ആയിരിക്കും. കണ്ടോ, നമ്മുടെ മാഗ്ലവ് ട്രെയിനിന്റെ നോർത്ത് ഇവിടെയാണെങ്കിൽ പാളം നോർത്ത് ആയിരിക്കും, ഇപ്പുറത്തെ ഭാഗം സൗത്ത് ആണെങ്കിൽ പാളവും സൗത്ത് ആയിരിക്കും. ഇതേപോലെയാണ് നമ്മുടെ മാഗ്ലവ് ട്രെയിൻസ് പോകുക. സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് നമ്മുടെ മാഗ്ലവ് ട്രെയിനിന്റെ പാളാണെങ്കിൽ ഇത് നമ്മുടെ മാഗ്ലവ് ട്രെയിനാണ്. ഇവർ ടച്ച് ചെയ്യുന്നുണ്ടോ? ടച്ച് ചെയ്യുന്നില്ല. സോ ഇവൻ മുന്നോട്ട് പോകും, ഇവർ തമ്മിൽ ടച്ച് ചെയ്യൂല. ഫ്ലോട്ടിംഗ് ട്രെയിൻ എന്നാണ് ഇവനെ വിളിക്കുക. എത്ര ശ്രമിച്ചാലും ഇവർ തമ്മിൽ ടച്ച് ചെയ്യൂല. അപ്പോൾ ട്രെയിൻ പാളവും ട്രെയിനും തമ്മിൽ ഒരു 10 സെന്റിമീറ്റർ ഗ്യാപ്പ് ഉണ്ടാവും. സോ ഇവർ ടച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടാകില്ല, ഘർഷണം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അത്ര സ്പീഡിൽ ഇവന് പോകാൻ പറ്റും. ഈ ഫ്രിക്ഷൻ ഉണ്ടെങ്കിലാണല്ലോ തിരിച്ചൊരു ഫോഴ്സ് ഒക്കെ ഉണ്ടാവുക. സോ തിരിച്ചൊരു ഫോഴ്സ് ഉണ്ടാവില്ല, നല്ല സ്പീഡിൽ ഇവന് പോകാൻ പറ്റും. ദീസ് ആർ മാഗ്ലവ് ട്രെയിൻസ്. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ. Magnetic levitation is the phenomenon where an object is made to float in the air using magnetic force. It happens when the magnetic repulsion or attraction balances the force of gravity. കാന്തിക ശക്തി ഉപയോഗിച്ച് ഒരു വസ്തുവിനെ വായുവിൽ നിർത്തുന്ന പ്രതിഭാസമാണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ. നമ്മുടെ മാഗ്നറ്റ് ഉപയോഗിച്ച് ഫ്ലോട്ട് ചെയ്ത ഒരു സാധനത്തിന് നിർത്തും. അതാണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ. ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡിസ്കവറിയാണ്. നമ്മുടെ ഹ്യൂമൻസിന്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡിസ്കവറീസ് ആണ്. ഓർത്തിരിക്കുക കേട്ടോ, മാഗ്നറ്റിക് ലെവിറ്റേഷൻ. ഈ മാഗ്നറ്റിക് ലെവിറ്റേഷൻ്റെ അതർ യൂസസ്, മാഗ്ലവ് ലോഞ്ച് സിസ്റ്റം, ഇൻഡസ്ട്രിയൽ മെഡിക്കൽ ആപ്ലിക്കേഷൻ, നമ്മുടെ മെഡിസിൻസിനൊക്കെ ഇത് ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ഫിനോമിനനാണ് ഈ മാഗ്നറ്റിക് ലെവിറ്റേഷൻ. ഓർത്തിരിക്കുക. ദെൻ ഇനി നമ്മൾ ചാപ്റ്ററിന്റെ വേറൊരു പാർട്ടിലോട്ട് കടക്കുകയാണ്. കുറച്ചൊരു അഡ്വാൻസ്ഡ് ടോപ്പിക്സ്. ഇതേപോലെ ഒരു ബാർ മാഗ്നറ്റ് ഞാൻ എടുത്തു, ഇതേപോലെ ഞാൻ തൂക്കിയിട്ടു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ ഏത് ഡയറക്ഷനിലായിരിക്കും കിടക്കുക? ഞാൻ എത്ര ഇതെന്റെ മാഗ്നറ്റ് ആണെങ്കിൽ അവൻ എപ്പോഴും ഇങ്ങനെയായിരിക്കും കിടക്കാം. ഞാൻ എത്ര ഇങ്ങനെ ശ്രമിച്ചാലും ഞാനിങ്ങനെ നീക്കാൻ ശ്രമിച്ചു, അവൻ നീങ്ങൂല. നീങ്ങിക്കഴിഞ്ഞാലും അവൻ നേരെ ഇതേപോലെ തിരിച്ച് ഈ ഒരു പൊസിഷനിലോട്ട് വരും. എന്തുകൊണ്ടാണത്? അതായത് ഇതേപോലെ ഒരു സാധനം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു
ഇത് ഞാൻ തൂക്കിയിട്ടേക്കാണ്ടോ, തൂക്കിയിട്ടേക്കുകയാണെങ്കിൽ ഇവൻ നോർത്ത് എപ്പോഴും നമ്മുടെ എർത്തിന്റെ നോർത്തിലോട്ടായിരിക്കും ഇവൻ ഫേസ് ചെയ്യുക, ഉത്തര ധ്രുവത്തിലേക്ക്. ഇത് ദക്ഷിണ ധ്രുവം, ഇത് സൗത്ത്. ഇത് എർത്തിന്റെ നോർത്ത് ആണെങ്കിൽ എൻ്റെ ഒരു മാഗ്നറ്റ്, ഒരു ബാർ മാഗ്നറ്റ് ഞാൻ ഇങ്ങനെ എടുത്ത് തൂക്കിയിട്ടേക്കണം. അവൻ എപ്പോഴും എൻ്റെ എർത്തിന്റെ, എൻ്റെ ഭൂമിയുടെ നോർത്തിനെ ഫേസ് ചെയ്തായിരിക്കും കിടക്കുക. സൗത്ത് എപ്പോഴും സൗത്തിലോട്ടും ഫേസ് ചെയ്യും. ഓക്കെ, ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ എർത്തിന്റെ ഓർ ഈ മാഗ്നറ്റിന്റെ ഈ ഒരു പ്രോപ്പർട്ടീനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ദാറ്റ് ഈസ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ്. കാന്തങ്ങളുടെ ദിശാസൂചക സ്വഭാവം. ഓക്കെ ഓക്കെ അല്ലേ? Suspend a bar magnet freely using a string. It always aligns in the north-south direction of the earth. ഒരു ബാർ കാന്തം എടുത്ത് ഒരു ചരടിൽ സ്വതന്ത്രമായി കെട്ടി തൂക്കുക. നിങ്ങൾ ചെയ്തു നോക്കാം, വീട്ടിൽ വെച്ച് ചെയ്തു നോക്കാം. ഇത് ഭൂമിയുടെ തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നു. എപ്പോഴും അങ്ങനെയായിരിക്കും. നിങ്ങൾ ഇവനെ വേറെ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലോട്ടൊക്കെ ശ്രമിച്ചാലും അവൻ നീങ്ങൂല. അവൻ എപ്പോഴും നോർത്ത് സൗത്ത്, ഉത്തര ദക്ഷിണ ധ്രുവത്തിലോട്ട് ഫേസ് ചെയ്ത് മാത്രമേ അവൻ കിടക്കുള്ളൂ. ഈ ഒരു പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ്, കാന്തങ്ങളുടെ ദിശാസൂചക സ്വഭാവം. ഇത് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ഓർമ്മയുണ്ടോ? ഇത് വർക്ക് ചെയ്ത് ഇതേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു സാധനം. പണ്ട് കാലത്ത് നമ്മുടെ ഈ ആൾക്കാരൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ദിശ നോക്കാൻ ഉപയോഗിച്ചിരുന്നത്? കുറെ പേര് സ്റ്റാർ ഉപയോഗിച്ചിരുന്നു. സ്റ്റാറിന്റെ പൊസിഷൻ നോക്കിയിട്ട് ഇത് നോർത്ത് ആണോ സൗത്ത് ആണോ എന്ന് അവരൊക്കെ കണ്ടുപിടിച്ചിരുന്നു അല്ലെ? അത് കഴിഞ്ഞിട്ട് അവർ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നൊരു സാധനമാണത് കോമ്പസ്, മാഗ്നറ്റിക് കോമ്പസ്. മാഗ്നറ്റിക് കോമ്പസ് നിങ്ങൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ അവൻ എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അവൻ എപ്പോഴും കിടക്കുക. നിങ്ങൾക്ക് അത് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓ, എർത്തിന്റെ നോർത്ത് ഏത് ഭാഗത്താണ്, എർത്തിന്റെ സൗത്ത് ഏത് ഭാഗത്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ ആ ഒരു നോർത്തും സൗത്തും നമ്മൾ മനസ്സിലാക്കി തരുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? മാഗ്നറ്റിക് കോമ്പസ്. ഇവന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ്. ഇതാണ് നമ്മുടെ നോർത്ത് സൗത്ത്. ഈ നോർത്ത് എപ്പോഴും നമ്മൾ റെഡ് കളറിലായിരിക്കും സൂചിക്കുക കേട്ടോ, സൗത്ത് എപ്പോഴും നമ്മൾ ബ്ലൂ കളറിലും. സോ ഇതേപോലെ ഞാനൊരു മാഗ്നറ്റിക് കോമ്പസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് കാണിച്ചു തരും? എർത്തിന്റെ നോർത്തിലോട്ടായിരിക്കും ഈ നോർത്ത് എപ്പോഴും ഫേസ് ചെയ്ത് നിൽക്കുക. ഓക്കെ, അപ്പൊ എർത്തിന്റെ ഏത് ഭാഗമാണ് വടക്ക്, ഏത് ഭാഗമാണ് ദക്ഷിണ ധ്രുവം എന്ന് എനിക്ക് ആര് കാണിച്ചു തരും? നമ്മുടെ മാഗ്നറ്റിക് കോമ്പസ് കാണിച്ചു തരും. ഓക്കെ അല്ലേ? യെസ്. മാഗ്നറ്റിക് കോമ്പസ്, കാന്തിക കോമ്പസ് എന്ന് പറഞ്ഞാൽ ഈസ് എ ഡിവൈസ് വിത്ത് എ സ്മോൾ മാഗ്നറ്റിക് വീൽ ദാറ്റ് ക്യാൻ റൊട്ടേറ്റ് ഫ്രീലി. ഇതൊരു ചെറിയ കാന്തിക സൂചി സ്വതന്ത്രമായി കറങ്ങാൻ പാകത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവിധാനമാണ്. അവന് ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്, അത്ര ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ എർത്തിന്റെ നോർത്തിലോട്ട് ഇവൻ എപ്പോഴും ഫേസ് ചെയ്ത് നിൽക്കും? അങ്ങനെയാണ് എർത്ത് ഒരു മാഗ്നറ്റ് ആയിരിക്കണ്ടേ? ഒരു മാഗ്നറ്റ്, അതായത് ഞാനൊരു മാഗ്നറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ എർത്ത് അവൻ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ എർത്തിന്റെ നോർത്ത് ഇവൻ കാണിച്ചു തരുന്നത്. സോ എർത്ത് ഒരു മാഗ്നറ്റ് ആണ്. കാരണം നമ്മുടെ എർത്തിന്റെ അകത്ത് ഇതേപോലെ മാഗ്മ, മോൾട്ടൺ റോക്സ് ഒക്കെ ഉണ്ട്, ഉരുക്കിയ ഇരുമ്പ്, അതൊക്കെ നമ്മുടെ ഇവന്റെ അകത്തുണ്ട്. ഈ സാധനം കണ്ടോ? ഇവനിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ മൂവ് ചെയ്യുന്തോറും നമ്മുടെ എർത്ത് എന്താ? ഒരു മാഗ്നറ്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഈ നിൽക്കുന്ന എർത്ത് എന്താ? ഒരു മാഗ്നറ്റ് ആണ്, എ ജൈന്റ് മാഗ്നറ്റ്. ഒരു വലിയൊരു കാന്തമാണ് നമ്മുടെ എർത്ത്. ഭൂമി ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു കാന്തമാണ്, ഓർക്കണം. അതുകൊണ്ടാണ് നമുക്ക് ഈ ഡയറക്ഷൻ ഇവൻ കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ അവൻ കാണിച്ചു തരൂല. ഓക്കെ, യെസ്. സോ ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇതേപോലെ ഒരു ബാർ മാഗ്നറ്റ് എടുത്തു, ഞാൻ തൂക്കിയിട്ടേക്കണം. അപ്പൊ എനിക്ക് ഇവനെന്താ? എർത്തിന്റെ നോർത്ത് കാണിച്ചു തരും അല്ലെ? ഈ നോർത്തിനെ പറയുന്ന പേരാണ് ജിയോഗ്രഫിക് നോർത്ത്. ജിയോഗ്രഫിക്കിലുള്ള നോർത്ത് ആര് കാണിച്ചു തരും? നമ്മുടെ ഈ ബാർ മാഗ്നറ്റ്, തൂക്കിയിട്ടേക്കുന്ന ബാർ മാഗ്നറ്റ് കാണിച്ചു തരും. ജിയോഗ്രഫിക് സൗത്ത് നമുക്ക് ഇവൻ കാണിച്ചു തരും. ഇതാണ് നമ്മുടെ സൗത്ത്. ഓക്കെ അല്ലേ? ഈ നോർത്ത് പോള് അട്രാക്ട് ചെയ്യുന്നത് എപ്പോഴും എന്തോ ഒരു സൗത്ത് പോളിനെ അല്ലേ? അല്ലേ? സോ ഈ എർത്ത് ഒരു വലിയൊരു മാഗ്നറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ എർത്തിന്റെ അകത്ത് ഒരു മാഗ്നറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. സോ ഇവൻ നോർത്ത് കാണിച്ചു തരണമെങ്കിൽ ഇതെന്തായിരിക്കണം? സൗത്ത് ആയിരിക്കണം. മാഗ്നറ്റിക് സൗത്ത് ഓഫ് എർത്ത്. കണ്ടോ? ഈ ജോഗ്രഫിക്കൽ നോർത്ത് എന്ന് പറയുന്നത് നമ്മുടെ എർത്തിന്റെ മാഗ്നറ്റിക് സൗത്ത് ആയിരിക്കും. എർത്തിന്റെ അകത്തുള്ള മാഗ്നറ്റിന്റെ കാര്യമാണ് ഈ സൗത്ത് വരിക. പക്ഷെ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് നോർത്ത് ആണെങ്കിലും നമ്മുടെ എർത്തിന്റെ അകത്തൊരു മാഗ്നറ്റ് ഉണ്ട്, അവന്റെ ഈ സൈഡ് എന്ന് പറയുന്നത് സൗത്ത് ആയിരിക്കും.
ഇതെന്തായിരിക്കും? നോർത്ത് ആയിരിക്കും. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കണ്ടല്ലോ, നമ്മുടെ എർത്തിന്റെ അകത്തിരിക്കുന്ന മാഗ്നറ്റിന്റെ സൗത്ത് പോൾ എന്ന് പറയുന്നത്, മാഗ്നറ്റിക് സൗത്ത് ഓഫ് എർത്ത് എന്ന് പറയുന്നത് ജിയോഗ്രഫിക്കൽ നോർത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഇവൻ എന്താ, നമ്മളൊരു ബാർ മാഗ്നറ്റ് സസ്പെൻഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നോർത്ത് പോൾ അവൻ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ കാണിച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് സൗത്ത് പോൾ എപ്പോഴും ജിയോഗ്രഫിക് നോർത്ത് പോളിന്റെ അടുത്തായിരിക്കും. ജിയോഗ്രഫിക് സൗത്ത് പോൾ എപ്പോഴും മാഗ്നറ്റിക് നോർത്ത് പോളിന്റെ അകത്തായിരിക്കും. Why does a magnetic compass always shows the north-south direction? കാന്തിക കോമ്പസ് എന്തുകൊണ്ടാണ് എല്ലായ്പ്പോഴും തെക്ക് വടക്ക് ദിശ കാണിക്കുന്നത്? ഒറ്റ ആൻസർ ഉള്ളൂ. എന്താ, നമ്മുടെ എർത്ത് ഒരു വലിയൊരു മാഗ്നറ്റ് ആണ്, അതുകൊണ്ട് മാത്രം. The earth acts like a big magnet and has magnetic poles. Okay, how does these poles form? The earth magnetic nature is caused by the movement of large amount of molten iron and nickel in its inner core. നമ്മുടെ എർത്തിന്റെ അകത്ത് നിങ്ങൾ ജിയോഗ്രഫി പഠിക്കും, എർത്തിന്റെ അകത്ത് എന്താ, ഇതേപോലെ കോർ ഉണ്ട്. കോറിന്റെ അകത്ത് മോൾട്ടൺ ആയുള്ള അയൺ, നിക്കലിന്റെയും ഇരുമ്പിന്റെയും ഒക്കെ വലിയൊരു സാന്നിധ്യം തന്നെ ഉണ്ട്. അവരിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എർത്ത് എന്താ, ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. ഓക്കെ, ഇനി അടുത്തൊരു പ്രോസസ്സാണ് മാഗ്നറ്റൈസേഷൻ. മാഗ്നറ്റ് അല്ലാത്തൊരുത്തന്നെ നമ്മൾ മാഗ്നറ്റ് ആക്കാൻ പോവാണ്, അതാണ് കാന്തവൽക്കരണം, മാഗ്നറ്റൈസേഷൻ. നോക്കിയാലോ, ഞാൻ ഇതേപോലെ ഒരു ഹാക്സോ ബ്ലേഡ് എടുക്കുന്നു. ഹാക്സോ ബ്ലേഡിന്റെ മുകളിൽ ഞാൻ ഇതേപോലെ ഒരു ബാർ മാഗ്നറ്റ് ഉരക്കുകയാണ്. ഓക്കെ, ഹാക്സോ ബ്ലേഡിന്റെ മുകളിൽ ഞാൻ ബാർ മാഗ്നറ്റ് ഇട്ട് ഉരക്കുന്ന ടൈമിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയോ? ഹാക്സോ ബ്ലേഡ് മാഗ്നറ്റ് അല്ലായിരുന്നു നേരത്തെ. ഞാൻ ഇതേപോലെ ഉരച്ചു കഴിയുമ്പോൾ ഈ ആക്സോ ബ്ലേഡിന്റെ ഈ വശം നോർത്ത് പോളായി മാറും, ഇവൻ സൗത്ത് പോളായി മാറും. ഞാൻ ഈ മുകളിലിരിക്കുന്ന മാഗ്നറ്റ് എടുത്ത് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ആക്സോ ബ്ലേഡിന് എന്ത് പ്രോപ്പർട്ടി കിട്ടി? മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടി കിട്ടി, കാന്തത്തിന്റെ പ്രോപ്പർട്ടി കിട്ടി. ഓക്കെ അല്ലേ? സോ അതാണ് ഈ കാണിച്ചേക്കുന്നത്. ആക്സോ ബ്ലേഡ് ആദ്യം മാഗ്നറ്റ് അല്ലായിരുന്നു, അവനെ ഞാൻ നോർത്ത് പോളും ആക്കി സൗത്ത് പോളും ആക്കി. ഒരു മാഗ്നറ്റ് ഉരച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ ഒരു മാഗ്നറ്റ് എടുത്ത് ഒരു ആക്സോ ബ്ലേഡിൽ ഉരച്ചു കഴിഞ്ഞപ്പോൾ ഈ ആക്സോ ബ്ലേഡിന് നോർത്ത് പോളും കിട്ടി, സൗത്ത് പോളും കിട്ടി. ഇതാണ് മാഗ്നറ്റൈസേഷൻ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം? ഈ ആക്സോ ബ്ലേഡിനെ ഞാൻ രണ്ടാക്കി മുറിച്ചു, ഞാൻ കട്ട് ചെയ്തെടുത്തു, രണ്ടാക്കി മുറിച്ചു. ഇത് നോർത്ത് പോളാണ്, നമുക്കറിയാം, ഇത് സൗത്ത് പോളാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പീസ് ഇവൻ മൊത്തം നോർത്ത് പോളായിരിക്കോ? അല്ല, ഇത് നോർത്ത് പോൾ ആണെങ്കിൽ ഈ ഭാഗം സൗത്ത് പോൾ ആകും. ഇതൊരു പീസാണല്ലോ. സോ ഒരു മാഗ്നറ്റിന് എപ്പോഴും ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉണ്ടാകും. ഓക്കെ, ഇത് നോർത്ത് ആണെങ്കിൽ ഇത് സൗത്ത് ആയിരിക്കും, ഇത് സൗത്ത് ആണെങ്കിൽ ഈ ഭാഗം നോർത്ത് ആയിരിക്കും. നമ്മൾ എത്ര കട്ട് ചെയ്ത് ഒരൊറ്റ പോളാക്കാൻ ശ്രമിച്ചാലും ആകൂല. ഒരു കുഞ്ഞു പീസ് മാഗ്നറ്റ് എടുത്താലും അവന് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാകും. അതാണ് ഇത്. നോക്കിയേ, ഇത് നോർത്ത് പോൾ ആണെങ്കിൽ ഇത് സൗത്ത് ആയിരിക്കും, ഇത് നോർത്ത് ആണെങ്കിൽ ഇത് സൗത്ത് ആയിരിക്കും. നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത്. ഉണ്ടോ? ഞാൻ എത്ര കുഞ്ഞു പീസ് ആക്കിയാലും അവൻ എപ്പോഴും രണ്ട് ധ്രുവങ്ങൾ ഉണ്ടാകും. നോ മാറ്റർ ഹൗ സ്മോൾ എ മാഗ്നറ്റ് ഈസ്, ഇറ്റ് വിൽ ഓൾവേസ് ഹാവ് ടു പോൾസ്. ഏതൊരു കാന്തവും എത്ര തവണ ചെറുതാക്കിയാലും രണ്ട് ധ്രുവങ്ങൾ തന്നെ ഉണ്ടാകും. നിങ്ങൾ എത്ര ആണെങ്കിലും ചെറുതാക്കി നോക്കിക്കോ, ഒരു തരി മാഗ്നറ്റ്, ഒരു പീസ് ഓഫ് മാഗ്നറ്റ് എടുത്താലും അവന് നോർത്തും ഉണ്ടാകും സൗത്തും ഉണ്ടാകും. എ മാഗ്നറ്റ് വിത്ത് ഓൺലി വൺ പോൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഏക ധ്രുവം മാത്രമുള്ള കാന്തം ഉണ്ടാകില്ല. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്, നമ്മുടെ മാഗ്നറ്റിന്റെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇനി ഇതൊരു മാഗ്നറ്റ് ആണല്ലേ, ഇതൊരു മാഗ്നറ്റ് ആണ്. ഈ മാഗ്നറ്റിന്റെ അടുത്തേക്ക് ഞാൻ വേറൊരു മാഗ്നറ്റ് കൊണ്ടുവരികയാണ്. ഞാൻ ഇത്രയും ദൂരത്തിൽ വെക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ അട്രാക്ഷൻ ഒന്നുമില്ല. ഇത്രയും കൊണ്ടുവന്നു ഇല്ല, ഇത്രയും കൊണ്ടുവന്നു ഇല്ല. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ കയറി പിടിച്ചു. അതായത് ഇവന്റെ ഈ ഒരു മാഗ്നറ്റിന്റെ ഞാൻ ആദ്യം ഇവിടെ കൊണ്ടുവന്ന സമയത്ത് അട്രാക്ഷൻ ഒന്നുമില്ല, ഇവിടെ കൊണ്ടുവന്നു ഇല്ല, ഇവിടെ കൊണ്ടുവന്ന സമയത്ത് അവൻ കയറി പിടിച്ചു. അതായത് ഇവന്റെ ചുറ്റും ഇത്രയും ഈ ഒരു പോർഷന്റെ അകത്ത് ഞാനൊരു ഒബ്ജക്റ്റ് കൊണ്ടുവന്നാൽ അവൻ കയറി പിടിക്കും അല്ലേ? ഈ ഒരു ഏരിയ, നമ്മുടെ മാഗ്നറ്റിന്റെ ഇത്രയും ഏരിയനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. അതായത് ഈ മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഏരിയനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് ഓർ കാന്തിക മണ്ഡലം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ലോകത്തിലോട്ടാണ് ഞാൻ കൊണ്ടുപോവുക. ഓക്കെ, സോ യെസ്, ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകമാണ് നമ്മൾ വിളിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾക്ക് കാണാൻ പറ്റാത്ത ഒരാളുണ്ട്. ദാറ്റ് ആർ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഇതേപോലുള്ള ലൈനുകൾ നമുക്ക് കാണാൻ പറ്റാത്തതാണ്, അവന്മാരവിടെ ഉണ്ട്. കണ്ടോ, ഇങ്ങനെയുള്ള ലൈനുകളുണ്ട്. ഈ ലൈനുകൾ ഇത് നോർത്തും സൗത്തും ആണെങ്കിൽ നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിലോട്ടായിരിക്കും. എൻ്റെ മാഗ്നറ്റ് ഇതാണെങ്കിൽ ഈ മാഗ്നറ്റിന് ചുറ്റും ഇവന്മാരുണ്ട്, കാണാൻ പറ്റുന്നില്ല. ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങും, ഒരു സ്ഥലത്ത് വന്ന് അവസാനിക്കുന്നു. ഇവൻ തുടങ്ങുന്ന ഡയറക്ഷൻ നോർത്തിൽ നിന്ന് സൗത്തിലോട്ടായിരിക്കും, പുറത്ത്.
കണ്ടോ, ഇമ്പോർട്ടൻ്റ്. എന്നാൽ അകത്ത് നോക്കി ഇതൊരു മാഗ്നറ്റ് ആണെങ്കിൽ ഇത് സൗത്ത് നോർത്ത് ആണ്, ഇങ്ങനെയാണ് പോവുക. അകത്ത് നോക്കി സൗത്തിൽ നിന്ന് നോർത്തിലോട്ടായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, കാന്തിക മണ്ഡല രേഖകൾ. ഇവരെപ്പോഴും ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇവരുടെ ഡയറക്ഷൻ ഔട്ട്സൈഡ്, പുറത്ത് അവരുടെ ഡയറക്ഷൻ നോർത്തിൽ നിന്ന് സൗത്തിലോട്ടായിരിക്കും. എന്നാൽ അകത്ത് ഇൻസൈഡ് അവരുടെ ഡയറക്ഷൻ സൗത്തിൽ നിന്ന് നോർത്തിലോട്ടായിരിക്കും. കണ്ടോ, ഇങ്ങനെയാണ്. ഇവരെപ്പോഴും ക്ലോസ്ഡ് ലൂപ്പുകളായിരിക്കും. അതായത് ക്ലോസ് ആയിട്ടുള്ള, അല്ലാതെ ഇത് ഇവിടെ ഒന്ന് തുടങ്ങി ഇവിടെ ഒന്ന് നിൽക്കുക അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ഇത് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വന്ന് നിന്നു അല്ല, ഇവൻ എപ്പോഴും ഇവിടെ വന്ന് അവസാനിക്കും. ഓക്കെ, എപ്പോഴും ക്ലോസ് ആയിട്ടുള്ള ലൂപ്പുകളായിരിക്കും ഇത് ഫോം ചെയ്യാം. യെസ്, ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. നോർത്തിൽ നിന്ന് തുടങ്ങുന്നു, സൗത്തിൽ വന്ന് അവസാനിക്കുന്നു. നമ്മുടെ എർത്ത് ഒരു മാഗ്നറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എർത്തിന് ചുറ്റും എന്താ ഇതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇവിടെ നിന്ന് തുടങ്ങുന്നു, ഇവിടെ നിൽക്കുന്നു. അതായത് നോർത്തും ഇത് സൗത്തും ആയിരിക്കും. എവിടെ നിന്നാണ് തുടങ്ങുന്നത് അവൻ നോർത്തും, എവിടെ വന്നാണോ അവൻ അവസാനിക്കുന്നത് അത് സൗത്തും ആയിരിക്കും. യെസ്, magnetic field lines are imaginary lines used to represent the direction and strength of a magnetic field. കാന്തിക മണ്ഡലങ്ങളുടെ ദിശയും പ്രഭാവവും സൂചിപ്പിക്കുന്ന സാങ്കേതിക രേഖകളാണ് നമ്മുടെ കാന്തിക മണ്ഡല രേഖകൾ. ഓക്കെ, ദേ ആർ ക്ലോസ്ഡ് ലൂപ്സ്. കാന്തിക മണ്ഡല രേഖകൾ സമൃദ്ധ രൂപങ്ങളാണ്, അതായത് ക്ലോസ് ആയിട്ടുള്ള ലൂപ്സ് ആണ്. ഇവരുടെ ഡയറക്ഷൻ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ടായിരിക്കും. ഓക്കെ, ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും. ആൻഡ് ഇവന്മാർക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞാണ്, നോർത്ത് പോളിൽ നിന്ന് സൗത്തിലോട്ട് തുടങ്ങും. ഇവന്മാർ എപ്പോഴും ക്ലോസ്ഡ് ലൂപ്പുകളായിരിക്കും. ഇതൊരു മാഗ്നറ്റ് എടുത്തു, ഇതൊരു മാഗ്നറ്റ് എടുത്തു. ഇവിടെ നിന്ന് ഒരു മാഗ്നറ്റ് ആണെങ്കിൽ നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിലൊന്ന് അവസാനിക്കും അല്ലേ. ഇത് ഒന്നാമത്തെ ലൈൻ ആണെങ്കിൽ രണ്ടാമത്തെ ലൈൻ ഇങ്ങനെ പോകുന്നു. ഇവിടെ നോക്കി, ഇവർ തമ്മിൽ കൂട്ടിമുട്ടി സമ്മതിക്കില്ല. ഇവന്മാരൊരിക്കലും കൂട്ടിമുട്ടൂല. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. കാന്തിക മണ്ഡല രേഖകൾ പരസ്പരം ഖണ്ഡിക്കുന്നില്ല, അവർ കൂട്ടിമുട്ടില്ല. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടോ, ഇവന്മാർ രണ്ടുപേരും പോവുകയാണെങ്കിൽ അവന്മാർ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടേ പോവുള്ളൂ, അവർ തമ്മിൽ ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. രണ്ടാമത്തത്, വെൻ അൺലൈക്ക് പോൾസ് ആർ കം ക്ലോസ്ഡ്. അതായത് അൺലൈക്ക് പോൾസ്, ഒരാളുടെ നോർത്തും ഒരാളുടെ സൗത്തും ഞാൻ കൊണ്ടുവന്നു. അൺലൈക്ക് പോൾസ് എന്ന് പറഞ്ഞാൽ എന്താ, കാന്തത്തിന്റെ വിജാതീയ ധ്രുവങ്ങൾ അടുത്തു വരുമ്പോൾ കാന്തിക മണ്ഡല രേഖകളുടെ പാത ഒന്നിന്റെ ഉത്തര ധ്രുവത്തിൽ നിന്ന് അടുത്തതിന്റെ ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും. ഒരാളുടെ നോർത്തിൽ നിന്ന് മറ്റയാളുടെ സൗത്തിലോട്ട് പോകും. നമ്മൾ പറഞ്ഞാണ് ഇവന്മാരെങ്ങനെയാ നോർത്തിൽ നിന്ന് സൗത്തിലോട്ടായിരിക്കും എപ്പോഴും ട്രാവൽ ചെയ്യുക. സോ ഒരു നോർത്തും വേറൊരാളുടെ സൗത്തും ഞാൻ അടുത്ത് കൊണ്ടുവന്നാൽ, ഇതേപോലെ ഒരാളുടെ നോർത്തും അടുത്ത ആളുടെ സൗത്തും ഞാൻ അടുത്ത് കൊണ്ടുവന്നാൽ, ഇവന്റെ അടുത്തുനിന്ന് ഇതേപോലുള്ള ആളെന്താ, ഇതേപോലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇവന്മാരിലോട്ട് പോകുന്നുണ്ട്. എനിക്ക് കാണാൻ പറ്റാത്തതാണ് കണ്ട, അതുകൊണ്ടാണ് ഇവർ അട്രാക്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ലൈൻസ് ഇവരുടെ ഇടയിലുണ്ട്, എനിക്ക് കാണാൻ പറ്റാത്തതാണ്. ഓക്കെ, നോർത്ത് പോളും സൗത്ത് പോളും കൊണ്ടുവന്നാൽ ഇതേപോലെ ആയിരിക്കും. എന്നാൽ കണ്ടല്ലോ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, when like poles come together, ഒരാളുടെ നോർത്തും മറ്റേയാളുടെ നോർത്തും എന്ത് സംഭവിക്കും? നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് ഇവന്മാർ സഞ്ചരിക്കുക. അൺലൈക്ക് പോൾസ് കൊണ്ടുവന്നാൽ അട്രാക്ട് ചെയ്യും, നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് ഇവന്മാർ ഇങ്ങനെ പോകും. എന്നാൽ രണ്ടും ഒരേപോലെയുള്ള പോളുകൾ ഞാൻ കൊണ്ടുവന്നു, എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോകും. കണ്ടോ, ഇങ്ങനെ പോകും. ഒരു ടച്ച് ചെയ്യൂല, അവരൊരിക്കലും അടുത്തേക്ക് വരൂല. കണ്ടല്ലോ, ഇതേപോലെ പോകും. When like poles of two magnets come close, the magnetic field lines bend away from each other. കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ അടുത്തു വരുമ്പോൾ കാന്തിക മണ്ഡല രേഖകൾ വശങ്ങളിലേക്ക് വളഞ്ഞു പോകും. നേരത്തെ എങ്ങനെയായിരുന്നു? നോർത്തും സൗത്തും കൊണ്ടുവന്ന സമയത്ത് അവരടുത്തോട്ട് ഇങ്ങനെ പോയി. ഈ സമയത്ത് നോക്കി, രണ്ടും ഒരേപോലുള്ള ആൾക്കാരാണ്. ഒരേപോലുള്ളവർക്ക് അവർക്ക് ഇഷ്ടമായില്ല. എപ്പോഴും ഓപ്പോസിറ്റ് മാത്രമേ അട്രാക്ട് ചെയ്യുള്ളൂ. ഇവന്മാർ അട്രാക്ട് ചെയ്ത് നിൽക്കും, അവന്മാരെന്താ, ഞാൻ അടുത്തോട്ട് വരൂല എന്നും പറഞ്ഞ് വേറെ ഡയറക്ഷനിലോട്ട് പോകും. കണ്ടോ, ദീസ് ആർ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളോട് ഇത് എക്സാമിന് വരിക എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു സൗത്ത് നോർത്ത് മാഗ്നറ്റ് വരച്ചു തരും. നോർത്ത് സൗത്ത് മാഗ്നറ്റ് വരച്ചു തരും. നിങ്ങളോട് പറയും ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് വരക്കുക എന്ന് പറയും. എങ്ങനെ വരക്കണം? ഒരേപോലെ ആണെങ്കിൽ ഇതേപോലെ പോകണം. കണ്ടല്ലോ, ബെൻഡ് ചെയ്ത് എവേ. അതെ, ഏറ്റവും ആദ്യം നോക്കേണ്ടത് പോളുകളാണ്. ഒരേപോലുള്ള പോളുകളാണെങ്കിൽ ഇതേപോലെയും, ഓപ്പോസിറ്റ് പോൾസ് ആണെങ്കിൽ അവരെപ്പോഴും
നോർത്ത് സൗത്ത് ആണെങ്കിൽ ഇങ്ങനെ പോകും. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. അതിൻ്റെ ഫിഗറാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണിച്ചേക്കുന്നത് ഈ ഒരു സാധനം. ഓക്കെ, സോ ഇത്രയും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ക്രിസ്മസ് എക്സാമിന് ഇത്രയും വരെയൊക്കെ ഉണ്ടാവും. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ചാപ്റ്ററാണ്. നമ്മൾ സ്ഥിരം കാണുന്ന നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഇതിൽ നിന്ന് പഠിക്കും. സോ ഇത്രയും ഇതിൻ്റെ ബേസിക്സ് ആണ്. സോ ഇത്ര നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതാം കേട്ടോ. യെസ്.